ഗൈസ് നമ്മള് മലബാറിന്റെ തലസ്ഥാന നഗരത്തിലേക്ക് ചരിത്ര പ്രസിദ്ധമായ 2-3 സ്ഥലങ്ങളുണ്ട്. അവിടേക്കാണ് നമ്മള് പോകണം. പറന്നു വരുന്ന ഈ ഒരു ശകുടത്തിലാണ് ഇന്നത്തെ പോക്ക് മൊത്തം. ടയറിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധ ചങ്ങായി. അതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് അവന്റെ വണ്ടി ഞാൻ കുത്തിറക്കണേ. എന്താ നമ്മള് കോഴിക്കോടങ്ങാടിന്റെ ഒക്കെ ഒരു ചൊറുക്കേ. ബീച്ചിന്റെ അടുത്ത് എത്തിയപ്പോ തന്നെ ഉച്ചക്ക് വരെ 1:30 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മള് നേരെ വിട്ടത് കുറ്റിച്ചിറയുള്ള മിസ്കാൽ പള്ളി. 14-ാം നൂറ്റാണ്ടില് നഹൂദ മിസ്കാൽ പറഞ്ഞ ഒരു അറേബ്യൻ വ്യാപാരി ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു പള്ളി. 1510 തുടക്കത്തിൽ പോർച്ചുഗീസ് കമാൻഡർ ആയിരുന്ന അൽബുക്കർക്ക് ഈ ഒരു പള്ളിക്ക് ആക്രമണം നടത്തിയിരുന്നു. പള്ളിക്ക് ചെറിയ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് സാമൂതിരി രാജാവിന്റെ ഇടപെടലുകൾ കാരണം പള്ളി പുതുക്കി പണിതെന്ന ചരിത്രത്തിൽ പറയുന്നത്. അവിടുന്ന് ടൂറിസ്കാരം കഴിഞ്ഞ് നേരെ ഇറങ്ങിപ്പോയത് കുറ്റിച്ചിറ ഫേമസ് ആയ ഈ ഒരു ബിരിയാണി സെന്റർക്കാണ്. ഓന്റെ ടെൻഷൻ കണ്ടാത്തൊന്നും ഭാര്യനെ പ്രസവാടിക്ക് എത്തിക്കാണ്. ബിരിയാണി എത്തി ഓന്റെ ടെൻഷനും മാറി. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ പീസും അടിപൊളി ബിരിയാണി കേട്ടോ. ഇവിടുന്ന് നേരെ പോയത് ചരിത്ര പ്രസിദ്ധമായ പഴശ്ശിരാജന്റെ മ്യൂസിയത്തിലേക്കാണ്. കോഴിക്കോട് ബീച്ചിന്റെ അവിടെ ഒരു 5 കിലോമീറ്റർ. കോമ്പൗണ്ടിക്കുള്ള പ്രവേശനം ഫ്രീ ആണ് കേട്ടോ. മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഒരു 30 റുപ്യന്റെ ടിക്കറ്റ് എടുത്താൽ മതി. കേറെ പുരാതനമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണാനും പണ്ട് കാലത്ത് ഓല് ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങളും ക്ഷേത്രങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങളും ഓല് ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാൻ. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ വല്ല നിധി ഉണ്ടാവിക്കാറില്ലേ, അതേ കാര്യം പൂട്ടിട്ട്. പുറത്താണ് ഈ കുട്ടികൾക്ക് കളിച്ചാൻ പറ്റിയ അടിപൊളി പാർക്കും ഗാർഡനും ഒക്കെ ഉണ്ട് കേട്ടോ. മ്യൂസിയത്തിന്റെ പരിസരത്ത് കണ്ട ഒരു സൈക്കിളാണിത്. ആർതാന്ന് പറയുന്നവരൊന്ന് കമന്റ് ചെയ്യട്ടോ.